വിവാദ ഇടവേളയ്ക്ക് ശേഷം പൊതുവേദിയിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജിന് മുന്നിൽ ഒഴിഞ്ഞ കസേരകൾ. പത്തനംതിട്ട ആയുഷ് ഇന്റഗ്രേറ്റഡ് ആശുപത്രി നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ ആണ് മന്ത്രിക്ക് ആളില്ലാത്ത കസേരകൾ കാണേണ്ടി വന്നത്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. മന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ 10-ൽ താഴെ ആളുകൾ മാത്രമാണ് സദസ്സിലുണ്ടായിരുന്നത്. CPM പ്രവർത്തകർ പോലും പങ്കെടുക്കാതിരുന്ന ചടങ്ങ് ശ്രദ്ധേയമായി. എനിക്ക് ജയ് വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. 100 രൂപ വെച്ച് 50 പേരെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പച്ചാള സാറ് പറഞ്ഞതാണല്ലോ. വധശ്രമ ആരോപണവും ഉയർന്നതിന് ശേഷമാണ് മന്ത്രി വിശ്രമത്തിലേക്ക് പോയത്. അതിനുശേഷം മന്ത്രി പങ്കെടുത്ത പൊതുപരിപാടിയായിരുന്നു ഇത്. വനിതാ സ്റ്റേഷനിലെ പങ്കജാക്ഷി ഇതേ അഭിപ്രായം പറഞ്ഞു. നമസ്കാരം. ഈ മന്ത്രിസഭയിൽ ഏറ്റവും അധികം നാറ്റക്കേസ് പിടിച്ച മന്ത്രി വീണ ജോർജാണ്. നിനക്കൊക്കെ അറിയോ, പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലെ അവസാനത്തെ കന്നിയായിരുന്നു ഞാൻ. ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. വീണ ജോർജ് മാധ്യമപ്രവർത്തകയായിരുന്നു. മാധ്യമപ്രവർത്തക എന്നതിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. പക്ഷേ മാധ്യമപ്രവർത്തനവും രാഷ്ട്രീയവും രണ്ടാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് ഇപ്പോൾ മന്ത്രിയായപ്പോഴാണ്. മാധ്യമപ്രവർത്തക എന്ന നിലയിൽ വാചകമടിക്കാൻ എളുപ്പമാണെങ്കിലും മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഗട്സ് വേണം എന്നവർ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. എങ്ങനെയാ തടി ഊരാൻ പറ്റാന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ. കണ്ണൂരിലെ പൊളിഞ്ഞുപോയ നാടകത്തിന്റെ തുടർച്ചയായി മന്ത്രിയെ ചീത്ത വിളിക്കുന്നവരിൽ CPMകാർ പോലും ഉൾപ്പെട്ടതുകൊണ്ട് ആരുടെയും പിന്തുണ കിട്ടിയില്ല. എനിക്ക് തോന്നുന്നത് പുതിയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചുമ്മാ നിൽക്കുന്നവർക്ക് 150 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ. അവന്മാര് അതിനോ മറ്റോ പോയി കാണും. കഴിഞ്ഞ കുറെ ദിവസമായി പത്തനംതിട്ടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയിൽ മന്ത്രി എത്തുമ്പോൾ സദസ്സിലുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം സ്റ്റേജിലുണ്ടായിരുന്നവരെക്കാൾ കുറവായിരുന്നു. ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മാത്രം എന്തിന്റെ കുഴപ്പമായത് എന്ന് വെച്ചാൽ സദസ്സിൽ ഒരു 10 പേരിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല എന്ന് ഏഷ്യാനെറ്റ് അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഈ വേദിയിൽ മന്ത്രിയും നഗരത്തിലെ കൗൺസിലർമാരടക്കമുള്ള ആളുകളും ഉണ്ടായിരുന്നു. ഒരു 1-2 CPM നേതാക്കന്മാരുമുണ്ട്. എന്നാൽ സദസ്സിൽ CPM പ്രവർത്തകർ പോലും എത്തിയില്ല എന്നുള്ളതാണ്. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടി. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.